ആക്ഷൻ ഒക്കെ പറയുമ്പോൾ അഭിനയിക്കുക എന്നൊക്കെ ഉള്ളത് ശരിക്കും ഭയങ്കര എന്തെങ്കിലും ഇമോഷൻ പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്റെ മുഖം ഒന്നും അങ്ങനെ വഴങ്ങുന്നില്ല. അതുകൊണ്ട് ആളിപ്പോ മറ്റേ ഫേസ് യോഗയൊക്കെ ചെയ്തു അല്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പ്. അയ്യോ അത് പറഞ്ഞു കഴിഞ്ഞാ സർപ്രൈസ് പറഞ്ഞിട്ട് പോയാ ഒരു പേന എടുത്തിട്ട് നാക്കിൻ്റെ വെച്ചിട്ട് അല്ല കടിക്കുന്നില്ല, കടിച്ചു പൊട്ടിക്കും. അല്ല ഞാനത് മറ്റേ അല്ല അല്ല അങ്ങനെ വലിയൊരാളാണ്. അപ്പൊ എനിക്ക് തന്നെ പോസ്റ്റർ നോക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നു, എനിക്ക് തന്നെ നമുക്ക് തന്നെ അറിയാം നമ്മള് ഇത് ഇങ്ങനെ ഇത്രയും വലിയ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ ഒരു സംഭവമായിട്ട് കണ്ടിട്ട് പോയി കാണുമ്പോ എന്തായാലും ഒരു കിട്ടും. പറഞ്ഞിട്ട് അറിയാത്ത എന്താണ് ഈ കാണുന്നത്? അവര് നല്ലൊരു സിനിമയാണ്. അതെ, ജനുവരി 16 റിലീസ് ആവാൻ പോകുന്ന നമ്മുടെ സിനിമ. അതെ, അത്രേ ഉള്ളൂ അതിനെപ്പറ്റി. ജീവിതത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ്. ഞങ്ങളൊക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? എന്നിട്ട് പറയാൻ അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ നല്ലായിരുന്നു, സൂപ്പറായിരുന്നു, കിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം അങ്ങനെ ഒരു വലിയ സിനിമയ്ക്കകത്ത് സെറ്റിൽ വരുന്നത്, പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ആക്ഷനൊക്കെ പറയുമ്പോൾ അഭിനയിക്കുക എന്നൊക്കെ ഉള്ളത് ശരിക്കും ഭയങ്കര ഈ തെറ്റൊക്കെ പറ്റുമ്പോഴേ ഇനി വഴക്ക് പറയുന്നൊക്കെയുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്താ പറയാൻ വന്ന ഇപ്പൊ പറയാ സ്കൂളിലൊക്കെ പോയിട്ട് എന്താ പറയാൻ വന്ന പണം ഞാൻ തരാം. ഓക്കെ, നമുക്ക് അജുവിലേക്ക് പോവാം. അജുവിന് എങ്ങനെയായിരുന്നു ഈ സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? സത്യം പറയാലോ, അതായത് എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ കയറണം ഇതൊക്കെ. പക്ഷെ റിയാലിറ്റിയിൽ എനിക്കൊരു ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, അതായത് ഇത് എന്നെ കൊണ്ട് പറ്റും. അതായത് കാരണം പിന്നെ ആരെങ്കിലും വെറുതെ എന്തെങ്കിലും ചെയ്യുമ്പോ തന്നെ നിന്നെ കൊണ്ട് പറ്റിയ പരിപാടിയെല്ലാം 4 കമന്റ് വരും, അപ്പൊ തന്നെ തളർന്നു. അപ്പൊ കോൺഫിഡൻസ് പോവോ അങ്ങനെ 4 കമന്റ് കാണുമ്പോ? കാരണം വെച്ചാൽ എനിക്കറിയില്ല, സത്യമാണ്. അപ്പൊ ട്രൈ ചെയ്യാനുള്ള ആ ഇൻട്രസ്റ്റ് പോകും. പക്ഷെ ഞാന് ഇതിലിപ്പോ വന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ എനിക്ക് കോൺഫിഡൻസ് കൂടിപ്പോ. ലൈക്ക് എനിക്ക് ഇത് ലേൺ ചെയ്യണം, എനിക്ക് ഇതില് ബെസ്റ്റ് ആവണം, ഇതിൽ എങ്ങനെയാ അടിപൊളി ആക്കുക, അത് ഫുള്ള് ലേൺ ചെയ്യണം. അതിന്റെ എല്ലാ കാര്യത്തിലേക്കും ഞാൻ ഇറങ്ങിപ്പോയി പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ വന്നു. കോൺഫിഡൻസ് കൂടി, അങ്ങനെ ഒരു പോസിറ്റിവിറ്റി കിട്ടി. പഠിച്ചിട്ടില്ല, പഠിച്ചോണ്ടിരിക്കുന്നു. അത് മൂവി പഠിച്ചു തീരില്ല എന്നല്ലേ മഹാനടന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നല്ലോണം പഠിച്ചിട്ടിരിക്കുക. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ചെറിയ ഇമോഷൻസ് ആയാലും ഒക്കെ വരാനൊക്കെ മുഖത്ത്. അപ്പൊ അങ്ങനെ ഭയങ്കര ഉള്ളിലുണ്ട്, പക്ഷെ അത് മുഖത്ത് വരുന്നില്ല പല സമയത്തും. എനിക്ക് രാജേഷേട്ടൻ ഫസ്റ്റ് രാജേഷേട്ടൻ വന്നിട്ട് മറ്റേ എന്തെങ്കിലും ഇമോഷൻ പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്റെ മുഖം ഒന്നും അങ്ങനെ വഴങ്ങുന്നില്ല. അതുകൊണ്ട് ആളിപ്പോ മറ്റേ ഫേസ് യോഗയൊക്കെ ചെയ്തു അല്ലേ? പിന്നെ ഏറ്റവും ഭയങ്കര പാടെന്ന് വെച്ചാൽ ഇപ്പൊ ഈ സംസാരിക്കുമ്പോ അറിയാതെ ഈ വിക്ക് വരും. വിക്കെന്ന് പറയുമ്പോ അത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇതിപ്പോ സംസാരിക്കും പേടിച്ചിട്ട്. അപ്പൊ ഞാൻ അതിന്റെ സംഭവം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വെച്ചാൽ രാത്രി റൂമിൽ പോയിട്ട് ഒരു പേന എടുത്തിട്ട് നാക്കിന്റെ അടി വെച്ചിട്ട് അല്ല കടിക്കുന്നില്ല, കടിച്ചു പൊട്ടിക്കും. അല്ല ഞാനത് മറ്റേ
ഇങ്ങനെ നാളെ പറയുന്ന ഡയലോഗ് എല്ലാം നമ്മുടെ രാഹുലിൽ നിന്നൊക്കെ മേടിച്ചിട്ട് നാക്കിനടി ആ ഡയലോഗ് പറയും. അപ്പൊ പിന്നെ രാവിലെ ആകുമ്പോൾ നാക്കിന് അത്രയും പാടില്ല, സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെ എല്ലാ ദിവസം ചെയ്യാം, അങ്ങനെ പറ്റും. അങ്ങനെ അപ്പം നമ്മുടെ നാക്ക് സ്ട്രെസ് എടുക്കുമല്ലേ, അപ്പം സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ മാറ്റുമ്പോ അപ്പൊ നിന്നെ ആരെങ്കിലും നാക്കിന്റെ പേരുണ്ടെന്ന് വിചാരിക്കും. അതെ, നാക്ക് വളച്ച് നമ്മള് പേന എടുത്തിട്ട് നാക്കിന്റെ അടി വെച്ച് സംസാരിച്ചാൽ മതി, നമ്മുടെ സ്പീക്കിങ്ങിന്റെ ക്വാളിറ്റി കൂടും. അതൊരു പുതിയ അറിവായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്. ചെയ്ത് നോക്കിയാൽ മതി. അത് മറ്റേ നമ്മുടെ സ്പീച്ച് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് സ്പീച്ച് തെറാപ്പി ഒക്കെ ഉണ്ട്. അതിനകത്ത് ഞാൻ റീൽസ് കണ്ടതാ, പക്ഷെ ട്രൈ ചെയ്ത് നോക്കിയപ്പം എനിക്ക് വർക്കായത് ആ സംഭവം. എങ്ങനെ, എന്തിനെ പറ്റി? മൂവിയിൽ കയറിയതിനെ കുറിച്ചും എന്താ പറയാ, ഞാനിതൊരു റീലും സിനിമയും തമ്മിൽ അത് ഒരുപാട് വ്യത്യാസമില്ല, ഭയങ്കര വ്യത്യാസമുണ്ട്. റീൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കംഫോർട്ട് സോൺ, നമുക്ക് എങ്ങനെ വേണം ചെയ്യാം. അതിപ്പോ ആൾക്കാർ ജഡ്ജ് ചെയ്യാതിരിക്കുക, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ സിനിമ എന്ന് പറയുമ്പം വേറെ കുറെ ആൾക്കാർ ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും അത് മറ്റുള്ളവരെയും ബാധിക്കും. സോ അങ്ങനെ കോൺഷ്യസ് ആവും നമ്മൾ പെട്ടെന്ന്. സത്യം മൂവിയിൽ അങ്ങനെയല്ലല്ലോ, മുഖത്താക്കി പറഞ്ഞാൽ കൊള്ളില്ല, അതിനൊക്കെ അഭിനയിക്കാറില്ല, വീട്ടിൽ പോകുന്നു. റാഫിക്ക് ഈ സിനിമയിൽ അപ്പൊ ഏറ്റവും റാഫിക്ക് ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്, പിന്നെ നല്ല നല്ല അങ്ങനെ വലിയൊരാളാണ്. അപ്പൊ ഇതിനകത്ത് ചലഞ്ചിങ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ചലഞ്ചിങ് ഞങ്ങൾ രണ്ടുപേരും റാഫിക്കിലൂടെ, അപ്പൊ റാഫിക്കയുടെ മീറ്റർ പിടിക്കുക, അല്ലെങ്കിൽ റാഫിക്ക് ഞങ്ങളെ ഗൈഡ് ചെയ്യണം. അതല്ലാതെ റാഫിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ആയിട്ട് അല്ലെങ്കിൽ ചലഞ്ച് ആയിട്ട് തോന്നിയ ഫേസ് ഏതാ ഈ പടത്തിന്റെ മൊത്തത്തിൽ? സീക്വൻസ് അല്ല, മൊത്തത്തിൽ ചെയ്ത് ഇപ്പൊ ഇത് ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ ഞങ്ങളെന്നുള്ളൊരു ഭാരമല്ല, സിനിമയിൽ വേറെ ഭാരങ്ങളുണ്ടായിരുന്നു. വേറെ ഒരു ഭാരം ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ തോന്നുന്നത് ഫൈറ്റ് സീക്വൻസ് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അത് ജീവിതത്തിൽ ഫൈറ്റ് സീക്വൻസ് ചെയ്തിട്ടില്ല. അത് അപ്പൊ ഇടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ കോളേജ് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അങ്ങനെ നല്ലതെന്ന് പറഞ്ഞ നമ്മള് സിനിമയിൽ പിന്നെ ഓടാൻ പറ്റില്ലല്ലോ, ഫൈറ്റ് ചെയ്യണത്. ഹൈറ്റൊക്കെ ഉണ്ടായിട്ട് പഠിക്കുന്ന ഈ കോളേജ് സമയത്ത് ഹൈറ്റൊക്കെ ഉണ്ടായിട്ട് ഒരു സീനാന്ന് എന്റെ കണ്ണ് ഭയങ്കര ഭയങ്കര ഹൈറ്റൊക്കെ ഉണ്ടോ, എന്റെ അതൊന്നും കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സീനാണെന്നൊക്കെ പറഞ്ഞത് അങ്ങനത്തെ സെറ്റപ്പ് ആയിരുന്നു. ഇരിക്കാനൊന്നും പോയിട്ടുണ്ട്. അതെ അതെ, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. നമുക്ക് എന്ത് പറയേണ്ടത്, അത് ഫീല് കട്ട് ചെയ്ത് കണ്ടപ്പോൾ നമ്മളൊരു അതെ അതെ അതെ. ഡാൻസ് ആയിരുന്നു, പാട്ട് അതെ അതെ. ആ ഹോസ്റ്റലിലുള്ള പാടാതെ ഇല്ല ഇല്ല. 2:55 സ്റ്റെപ്പ്. അയ്യോ, അത് മനസ്സിലായില്ലെങ്കിൽ 2:55 സെക്കൻഡ് പാട്ട് കണ്ടാൽ മതി. സംഭവം അപ്പം അമൃതക്ക് ഇപ്പം എന്തുവാ ഡാൻസ് ഒക്കെ അറിയായിരുന്നേ, എന്നാലും പാടുള്ളതായിട്ടെല്ലാം തോന്നിയായിരുന്നു? ഇല്ല, വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോയി. അത് മാത്രമേ എനിക്ക്, ഞാൻ ഡാൻസ് കണ്ടപ്പോഴും ഞെട്ടിയിരിക്കുവായിരുന്നു. ഡാൻസ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് മറ്റേ ഭയങ്കര എനർജിയൊക്കെ. അയ്യോ, ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം എന്തായിരുന്നു? സന്തോഷം
എനിക്ക് സന്തോഷം എന്ന് പറയുമ്പം അതിനകത്ത് ആദ്യമേ ഞാൻ സ്ക്രിപ്റ്റ് നമ്മൾക്ക് തരുമല്ലോ. അപ്പൊ അത് വായിച്ചു നോക്കിയപ്പോൾ ചില ഭാഗങ്ങൾ മറ്റേ അതായത് ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പൊ അത് ഞാൻ വായിച്ചു, നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഇത്രയും വലിയ ഡയലോഗ് എടുക്കുന്നത്. അപ്പൊ ഞാനിത് എനിക്ക് ഉറക്കം അത് ഏറ്റവും അവസാനം എടുക്കത്തുള്ളൂ. ഇപ്പൊ 1-ാം തീയതി ഷൂട്ട് ഉണ്ടെങ്കിൽ 35-ാമത്തെ ദിവസം അത് എടുക്കത്തുള്ളൂ. ഞാൻ 1-ാം തീയതി അതാ ചിന്തിക്കുന്നത്, ഞാൻ 35-ാമത്തെ ദിവസം അത് എങ്ങനെ ചെയ്യുമെന്ന്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ചെയ്യായിരുന്നു എല്ലാ ദിവസവും. ആ നാളത്തെ ഡയലോഗ് ഇരുന്ന് ഞാൻ പറഞ്ഞു. അതിപ്പോ നിങ്ങളിപ്പം വേറെ ആയിരുന്നല്ലോ, അപ്പം നിങ്ങൾ രാത്രി പ്ലാൻ ചെയ്യായിരുന്നു നാളെ ചെയ്യാനുള്ളതൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റ് വർക്ക് എന്തെങ്കിലുമൊക്കെ? കാരണം സ്പോട്ടായിരുന്നു. അല്ല, കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങി. അവർക്ക് ക്യാരക്ടറിലോട്ട് വരാൻ എങ്ങനെയായിരുന്നു ഇതിനകത്ത് ഇന്ന ക്യാരക്ടർ? ബി എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ബോസ്, അജു, റാഫി, 3 പേരും ഒന്ന് വസ്തുതി കാണുന്നു, അവരുടെ സൗഹൃദം പുലർത്തുന്നു. ആ ക്യാരക്ടറിലോട്ട് വരാൻ ഒരു ഹിന്ദി കിട്ടിയോ ഇപ്പോഴായിരുന്നു? ആദ്യമേ വന്നപ്പം റാഫിക്ക അജുക്കാന്ന് വിളിക്കുമ്പോൾ എനിക്ക് ആ ബോണ്ട് കിട്ടുന്നില്ല. ആദ്യം പിന്നെ എടാ പോടാന്ന് വിളിക്കാൻ തുടങ്ങി. വെച്ചാൽ ആ ഒരു ബോണ്ട് വരും. അപ്പൊ അതേ നിങ്ങൾ അതേ തിരിച്ച് റിപ്ലൈ ആണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ ക്ലാസ് ആ ഒരു സംഭവത്തിൽ കിട്ടി തുടങ്ങി. പക്ഷെ നമ്മൾ അവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിൽ തന്നെ ആയിരുന്നു പെരുമാറിയത്. എങ്ങനെയാണ് ഒരു റൂംമേറ്റ്സ് നിൽക്കുന്നത്, ആ ഒരു വൈബ് തന്നെ അറിയാതെ നമ്മളെ വായിന്ന് ഡാന്നും പോടാന്ന് വീഴാനും കുഴപ്പമില്ല. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ. ആ ഒരു ഫ്രീഡം ഇവർ തന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അവരുടെ ക്ലാസ്സിലുള്ള അവരുടെ കൂട്ടത്തിലുള്ള നിങ്ങൾക്ക് ഏതാ കംഫർട്ട് സോൺ എപ്പോഴായിരുന്നു? ഏതൊരു സീക്വൻസ് ആയിരുന്നു പറഞ്ഞത്? എപ്പോഴും അതിനകത്ത് സിനിമയിൽ ഒരു കംഫർട്ടായിട്ട് ഞാൻ ചെയ്തത് ഓക്കെ ആണ്, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് അവിടെ സീൻ ഓക്കെ പ്രശ്നമായിരുന്നു. ഇരുന്നിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് തന്നെയൊക്കെ നിന്ന് ഫൈറ്റ് ചെയ്യാ. അമൃതയ്ക്ക് എന്തായിരുന്നു ഇതിനകത്ത് ഒരു സീൻ ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പി? ഞാൻ ഓക്കെ സമാധാനമായി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് പറഞ്ഞിട്ട് പോയാ ആ സർപ്രൈസ് പോക്കോട്ടെ, കുഴപ്പമില്ല. അത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. സർപ്രൈസ് അത് നമ്മുടെ ലാസ്റ്റത്തെ ചോദിക്കുന്ന ഡയലോഗ് പറയുന്നില്ല എനിക്ക്. അത് നല്ലൊരു അത് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി നിങ്ങളോടൊക്കെ. പിന്നെ വേറെന്തൊക്കെ ഷൂട്ട് തീർന്നപ്പം വിഷമമായിരുന്നോ സന്തോഷമായിരുന്നോ? ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം അത് കഴിയുമ്പോൾ നമ്മൾ രാവിലെ എണ്ണിക്കുന്ന തന്നെ നമുക്ക് ഒരുപാട് സംസാരിക്കാൻ ആളുണ്ട്, ഒരുപാട് മുഖങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് ആകെ ഒരു ഇമോഷനേ ഉള്ളായിരുന്നു സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കുകയാണ്. സിനിമയാണ്, സിനിമ അത് തീർക്കണം, നന്നായിട്ട് ചെയ്യണം. അപ്പം നമുക്ക് സ്ട്രെസ് ഇല്ല, നെഗറ്റീവ് ഇല്ല, ഒറ്റ തൊട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണെങ്കിലും സിനിമ മാത്രം. പക്ഷെ ഇത് കഴിയുമ്പോൾ ഇതിന്റെ ചിന്തകൾ ദൈവമേ ഇനി നാളെ എന്ത് ചെയ്യും, നാളെ എന്ത് അങ്ങനെയുള്ള. അതുകൊണ്ട് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു സിനിമയ്ക്ക് ചെയ്തപ്പോൾ. സ്റ്റാർട്ടിങ്ങിലൊക്കെ വന്ന് പിന്നെ അതിലേക്ക് അങ്ങോട്ട് ആയിപ്പോയി നമ്മള്. അതെ, വൈകുന്നേരം വീട്ടിൽ പോകുന്നു, ഉച്ചക്ക് ചോറ് കഴിക്കുന്നു. അത് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞു. ഉച്ചക്ക് ചോറ് മീൻ കൂട്ടാനും കൂട്ടി അലാറം പോലെ അടിക്കാണ്ട് കറക്റ്റ് ഈ സമയം ഫോണില് കാണുമ്പോ പിന്നെ നമുക്കൊരു വാശിയൊന്നുമില്ലേ? ഇത് നന്നോട്ട് ചെയ്യണം, ചില സീക്വൻസ് ഒക്കെ നമ്മൾ പൊളിക്കണം എന്നുള്ള സാധനം നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലേ? ആവേശപൂർവ്വം ഞാൻ ചെയ്തു പിന്നെ എന്തായാലും ടെക്നിക്കൽ പരമായിട്ട് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ കണ്ടപ്പോൾ? ഇതിലിപ്പോ നമുക്ക് ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് കിട്ടിയ സംഭവം ഇവര് ഇത് ഓൾറെഡി ചെയ്ത ഒരു ടീമായിരുന്നു. ആ ടീമിലുള്ള എല്ലാവരും കൂടി ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. ഇവർക്ക് ഓൾറെഡി ബോണ്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ അതിനകത്തൊക്കെ ആഡ് ഓൺ ചെയ്തപ്പോ നമുക്ക് കുറച്ചുകൂടെ ബ്ലെൻഡ് ചെയ്യാനുണ്ട്. നല്ല ബോണ്ടായിരുന്നു. രാജേഷ് ചേട്ടനായാലും അജയ് ചേട്ടനായാലും പ്രജിൻ ചേട്ടനായാലും രാഹുലും അരവിന്ദും ദയ, അതെ എല്ലാരും നല്ലതായിരുന്നു. നല്ലൊരു
രസകരമായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അതെ. 16-ാം തീയതി അല്ലേ. എന്താണ് സിനിമ റിലീസ് ആകുമ്പോൾ ഒരു നിങ്ങൾ മനസ്സിൽ എന്താണ്? ടെൻഷനാണോ അതോ അടുത്തന്നെ പാളോ ആൾക്കാരെന്ത് പറയുന്നുള്ള ടെൻഷൻ? അങ്ങനല്ല, സത്യം തന്നെ. അങ്ങനെ ടെൻഷൻ ഉണ്ട്. പിന്നെ പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാർ തെറ്റിദ്ധരിച്ചാലോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് ഇപ്പൊ എനിക്ക് തന്നെ പോസ്റ്റർ നോക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നു. എനിക്ക് തന്നെ നമുക്ക് തന്നെ അറിയാലോ നമ്മള് ഇത് ഇങ്ങനെ ഇത്രയും വലിയ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഞാൻ പോസ്റ്ററിലിരിക്കുന്നു. സിനിമ റിലീസ് ആകുമ്പോൾ ഞാൻ പോസ്റ്ററിൽ ലൂഡോസ് ഓവർ കോട്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് തന്നെ എന്റെ ദൈവമേ ഞാനാണോന്ന് അറിയത്തില്ല. ഇല്ല, എന്നിട്ട് അറിയത്തില്ല. ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. എടുത്തെടുത്ത് പറയുന്നുണ്ട് നല്ല സന്തോഷമായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. അമൃതയ്ക്ക് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് തോന്നിയ എന്തുവാ? നമ്മൾ സീക്വൻസ് ഒന്നും ഇല്ല. പക്ഷെ മറ്റേ ഇത് നമ്മുടെ ആക്ടിങ്ങിന് ശേഷമുള്ളൊരു അടിയുണ്ടല്ലോ, അതായിരുന്നു ചലഞ്ച്. ആക്ടിങ് ഒന്നും പ്രശ്നമില്ല. എന്തായാലും നോക്കാല്ലേ, ചെയ്ത് വെച്ചൊരു പരിപാടി പ്രേക്ഷകരെടുക്കുക. പിന്നെ കഥാപാത്രങ്ങളെ പറ്റി ഓരോരുത്തരും നമ്മൾ ചെയ്ത കഥാപാത്രം എല്ലാം അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന സന്തോഷം. അത് മാത്രല്ല, നമ്മൾ മാത്രല്ലല്ലോ, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഈ പറയുന്ന എത്ര പേരാ, ഒരുപാട് നമ്മൾ തന്നെ കുറെ വീഡിയോസിൽ കണ്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റിയുള്ള ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവ് മാറ്റിമറിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയതാണ്. എല്ലാവരും വിചാരിക്കും നമ്മൾ ചെറിയ സ്ക്രീനിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന അവർക്കപ്പോൾ തോന്നിയ പോലെ ചെയ്യാലോ, അതുകൊണ്ടാണ് അവർ അങ്ങനെ. അത് സിനിമയിലേക്ക് വരുമ്പോൾ അവർക്ക് നക്ഷത്രം എണ്ണും എന്നുള്ളൊരു സംഭവം എപ്പോഴും എണ്ണിയെങ്കിലും നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തല്ലോ, നമ്മൾ ഗിവ് അപ്പ് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ല അങ്ങനെ ഓരോരുത്തർ സീൻ. നമ്മൾ ചെയ്തത് എങ്ങനെയും നമ്മൾ നന്നാക്കണേ നമ്മൾ തീരുമാനിച്ച് നമ്മൾ ചെയ്ത് ഒരുവിധമൊക്കെ നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ടല്ലേ. അത് അവര് എങ്ങനെ എടുക്കാന്ന് നമുക്ക്, നിങ്ങൾ എങ്ങനെ എടുക്കുക, ഇവരെങ്ങനെ എടുക്കാന്ന് നമുക്ക് അറിയില്ല. സത്യം. നമ്മൾ ചില സീനൊക്കെ കാണുമ്പോൾ ഇരിക്കാനോ പിന്നെ ഞാൻ വേണ്ട ഓവറായിട്ട് ചിന്തിക്കണ്ട. ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോ ചിലപ്പോ അത് അടിപൊളിയായിരിക്കും നമുക്ക് തോന്നും. കാരണം നമ്മള് ഞാൻ ചെയ്യാത്തതുണ്ട് അതൊക്കെ, അപ്പൊ എനിക്കിത് അടിപൊളിയായിട്ട് തോന്നും. പക്ഷെ ഓഡിയൻസ് കുറെ സിനിമയൊക്കെ കണ്ടിട്ട് ബാഹുബലിയൊക്കെ കണ്ടിട്ട് കാണുമ്പോ അതെ, എല്ലാം അതിന്റേതായ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. നിങ്ങളല്ലേ കളിച്ചത്, ഞങ്ങൾ നോക്കി നിൽക്കില്ലായിരുന്നു. കയ്യടിച്ച് എനിക്ക് അതായിരുന്നു ഏറ്റവും. നാട്ടിലൊക്കെ ഇങ്ങനെ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ഗ്രൗണ്ടിലൊക്കെ കളിക്കല്ലേ. അതെ, എനിക്ക് ഏറ്റവും സേഫ് ആയിട്ട് തോന്നിയ സംഭവം ക്രിക്കറ്റിലായിരുന്നു. അത് ക്രിക്കറ്റ് കളിക്കാൻ അറിയാവുന്നതുകൊണ്ട് അതെല്ലാം ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആക്കി ഒരു ഷോട്ട് അടിച്ചാൽ മതിയായിരുന്നു. സ്കൂൾസ് കേട്ടോ, സ്കൂൾസ്. പിന്നെ അജുക്ക പറഞ്ഞ് ഞാൻ മറ്റേ 100 മീറ്റർ ജില്ലയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അജുക്ക ആണോ? അപ്പൊ ഒരു ദിവസം രാത്രി 8:30 ബാ അവിടെ കാടുണ്ട്, ഓടി ഞങ്ങളെ കാട്ടിൽ ഓടി 100 മീറ്റർ എന്റെ കാല കല്ലൊക്കെ കൊണ്ടുകയറി. അത് ഒരാൾ ഒറ്റ ഓട്ടം അപ്പഴേ റെഡി 1 2 3 ദുബായ് സ്റ്റാർട്ട് ഇല്ലല്ലേ 3 പറയുമ്പോഴേ ഓടി. നല്ല രീതിയിൽ കണ്ട് നമ്മളെ പാവം പുതിയ പിള്ളേരാണ്, അടിപൊളിയാവട്ടെ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ കണ്ട് ചിന്തിക്കേണ്ടതാണ്. അടിപൊളി എന്ന് പറഞ്ഞത് ഇത് ഇതേ ഒരു സംഭവമായിട്ട് കണ്ടിട്ട് പോയി കാണുമ്പോ എന്തായാലും ഒരു 2 ബുക്ക് കിട്ടും. കാരണം ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിൽ പറയാം, നമ്മൾ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടല്ലോ സിനിമ. അതെ, കാരണം നമ്മൾ ഇപ്പൊ ഓഡിയൻസിന്റെ ഇതിൽ ഇപ്പൊ ഞാൻ എന്നെ ഇപ്പൊ ഒരു സിനിമയില് കാണാൻ അല്ലെങ്കിൽ അഭിനയ ഇങ്ങനെ നമ്മൾ ആൾക്കാര് പ്രതീക്ഷിക്കണ്ടല്ലോ തിയേറ്ററിൽ. അങ്ങനെ എനിക്കറിയില്ല, ഞാൻ പറയുന്നത് എങ്ങനെയായിരിക്കും ആൾക്കാർ എടുക്കുന്നത്. നന്നായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം. അതെ, നന്നായി എന്ന് ഇഷ്ടപ്പെട്ട ഭയങ്കര അടിപൊളിയായിരിക്കും. സത്യം പറഞ്ഞാൽ അന്ന് തിയേറ്ററിൽ പോകാൻ തന്നെ പേടിയാ. എങ്ങനെ അല്ലേ, എനിക്ക് പേടി. ഞാൻ പറഞ്ഞത് ഞാൻ ഫോൺ ഓഫ് ആക്കി എവിടെയെങ്കിലും പോയിട്ട് ഉണ്ടാവും. എങ്ങനെ തോന്നുന്നു പാചകം ചെയ്യാൻ തോന്നിയ കാരണം വെച്ചാല്
മനസ്സിൽ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായി സിനിമയിലൊക്കെ കയറണം. പക്ഷെ നമ്മൾ ആരെ വിളിക്കാൻ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അത് അവിടെ എങ്ങനെ എനിക്ക് അത് സെറ്റാക്കി അടിപൊളിയാക്കി പെർഫെക്റ്റ് ആക്കി ചെയ്യാൻ പറ്റാന്നുള്ളൊരു സാധനം എനിക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ നീ എനിക്ക് കോൺഫിഡൻസ് തന്നു, നീ എൻ്റെ അടുത്ത് പറഞ്ഞു വായ ചുക്കാൻ പൊളിയായിരിക്കും, സിനിമയാണ്, നമ്മളെ ലൈഫ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഓൾറെഡി ഓക്കെ. അത് കഴിഞ്ഞിട്ട് രാജശേഖരൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു സെറ്റാണ് മൊത്തം ഇവിടെ കയറി പോകുന്നത്, ഞാൻ എൻ്റെ കൂടെ, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഹാരിസും വിളിച്ചപ്പോൾ ഞാൻ ഹാരിസിനോട് പറഞ്ഞു, ഹാരിസ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡ്യൂസർ അല്ലേ, അവൻ എന്റെ ഫ്രണ്ട്. അപ്പൊ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു എന്ത് കോൺഫിഡൻസിലാണ് നീ എന്നെ വിളിക്കണത്, സത്യമാണ് അത്. കാരണം വെച്ചാല് അവര് കാശിറക്കണമല്ലോ. അപ്പൊ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നീ അതൊന്നും ടെൻഷൻ ഇങ്ങോട്ട് പോന്നേ, നമുക്ക് അടിപൊളിയാക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ പോവാം, ത്രൂ ഔട്ടും ഉണ്ട്, അപ്പൊ ലേൺ ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങള്. അങ്ങനെ എങ്ങനെ വന്ന് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ. ഇപ്പം അജുക്കയുടെ ചോദ്യം, അജുക്ക് ഇനി ഫ്യൂച്ചറിൽ സക്സസ്ഫുൾ ഒരു ഓൺട്രപ്രണർ ആയെന്ന് കരുതുക, സിനിമ എടുക്കാനാണോ താല്പര്യം അതോ അഭിനയിക്കാനായിരിക്കും താല്പര്യം? എടുക്കാൻ മീൻസ് പ്രൊഡ്യൂസ് ചെയ്യാനാണോ? അത് ഇപ്പം ആ ഒരു രീതി നോക്കി ഏത് ചെയ്യാനായിരിക്കും താല്പര്യം? ഞാൻ രണ്ടും ചെയ്യും. അതല്ലേ എളുപ്പം. പ്രൊഡ്യൂസ് ചെയ്ത് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയെ പറ്റി അഭിനയിക്കുന്നത്. ചോദ്യം ചോദിക്കുമ്പോ ഞാന് അഭിനയിച്ചതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ രണ്ട് രീതിയിൽ ഉത്തരം പറയുന്നത്. എന്താ ആഗ്രഹം? പ്രൊഡ്യൂസ് ചെയ്യും. അതെ, ഞാൻ കഥ എഴുതും, പ്രൊഡ്യൂസ് ചെയ്യും, ഡയറക്ടറാണ് ആഗ്രഹം. കഥ എഴുതും, പ്രൊഡ്യൂസ് ചെയ്യും. ചിരി വരുന്നില്ലെങ്കിൽ ചിരിക്കുവന്ന് ചുമ്മാ. അതിന്റെ ഒരു കുറവ് വേറെ കോമഡി ഉണ്ട്. നമ്മളിപ്പോ നമ്മള് ഇപ്പൊ ഇരുന്ന് സംസാരിച്ച് എന്തെങ്കിലും ഒരു ചളിയോ അല്ലെങ്കിൽ കോമഡി പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കി നോക്കി, ഇവന് ത്രെഡ് തലയിലുണ്ടാവും അല്ലെങ്കിൽ ഫോണിൽ എഴുതി വെക്കും, എന്നിട്ട് വീട്ടിൽ പോയി കണ്ടന്റ് ചെയ്യും. അധികം കോമഡി എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതെ, നിങ്ങളൊക്കെ എങ്ങനെ പടത്തിൽ വന്നത്? അങ്ങനെ വിളിച്ചു വന്നു, വിളിച്ചു വന്നു. ഞാനും അറിയാലോ ഉൾവിളിയായിരുന്നു എന്നൊക്കെ. ഉള്ളിൽ തോന്നലുണ്ടായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഞാൻ നമ്മുടെ അഖിൽ NRD ആണ് രാജേട്ടനെ എൻ്റെ നമ്പർ കൊടുക്കുന്നത്. അങ്ങനെ രാജേട്ടൻ അങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ആദ്യമേ അജുക്കയുടെയും റഫീഖയുടെ ഒക്കെ ഒരു കൂട്ടുകാരനായിട്ട് അങ്ങനെ സംഭവം ഉള്ളായിരുന്നു. പിന്നെ അത് മാറി ഒരു ദിവസം വന്ന് വീട്ടിൽ വന്ന് റഫീഖും രാജേട്ടനും ഉണ്ണിച്ചേട്ടനോട് വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് പറയുമായിരുന്നു, ഇതുപോലെ നിന്നെ കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു, ഈ അടിപൊളിയായിരുന്നു. ഓ അത് കിട്ടില്ല മനുഷ്യൻ, അത് അടിപൊളിയാട്ടോ. അങ്ങനെ കൊറേ എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ടല്ലേ, അത് കണ്ട് ഉറപ്പായിട്ട് ചിരിക്കും. ചിരി കൺഫേം ആണ്. പുള്ളിയുടെ സ്ലാങ്ങും പുള്ളിയുടെ ആ രീതിയൊക്കെ കുറച്ച് അടിപൊളി വെറൈറ്റി. അതെ അതെ. ഇത് കട്ട് ചെയ്ത് അവന് കൊടുക്കാം. പുള്ളിക്ക് കുറെ എക്സ്പ്രഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. സാധനങ്ങള് പുള്ളിയുടെ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ചെയ്യുന്ന കോക്കറി കാണിക്കുന്നൊക്കെ മാറിയതൊക്കെ കാണിക്കുമല്ലോ, അല്ലെങ്കിൽ അതൊക്കെ കാണിക്കില്ല, ഫോണിലൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. നല്ല സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം എന്നെ പഠിക്കാൻ പറ്റിയില്ല. അത് ഇവന് എന്റെ അടുത്ത് പറഞ്ഞു. അതല്ലാണ്ട് ഞാൻ ആൾക്കാരെ വീക്ഷിക്കാനൊന്നും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഇവന് ചില ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ എന്തെങ്കിലും ഒരു നീ നേരത്തെ പറഞ്ഞ പോലെ മാനറിസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കട്ടെടുക്കും. എന്നിട്ട് അത് ഈ നമ്മുടെ ഓരോ സീനിലൊക്കെ ചിലതുണ്ടാകും, അത് അവിടെ ഇട്ടാന്നൊക്കെ പറയും. ആരെങ്കിലും കണ്ടേനോ ഞാനങ്ങനെ ശ്രദ്ധിക്കും ഭയങ്കരമായിട്ട്. എനിക്ക് ഇതിന്റെ എല്ലാം കുറെ മനസ്സും അറിയാം, സത്യമായിട്ട് കുറെ നോട്ടീസ് ചെയ്യും. ഇങ്ങനെ അറിയാം, നിങ്ങളുടെയൊക്കെ അറിയാം. ഞാൻ ഒരാളെ കണ്ടേ ആദ്യം ഇങ്ങനെ കുറെ നേരം സംസാരിക്കുമ്പോൾ അയാൾ എന്താ കാണിക്കണേന്ന് നോക്കുന്നത്, അയാൾ ഇങ്ങനെ മുഖത്തൊക്കെ എന്തൊക്കെ കാണിച്ചിരുന്നു, അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ട്രൈ ചെയ്ത് നോക്കും. അതേപോലെ കാവോ ചിലപ്പോ അതേപോലെ കാവില്ലായിരിക്കും. നമ്മൾ ചെയ്യുമ്പോ അത് നമ്മുടെ ഒരു രീതിയിൽ കൂടെ വരും. അത്ര ആയാലും പക്ഷെ അത് വേറൊരു രീതിയോ രണ്ടോട് മിക്സ് ആയിട്ട് അപ്പൊ അങ്ങനെ പുതിയൊരു എക്സ്പ്രഷൻ ആയിട്ട്. അതുപോലെ എന്തുവാ അമൃത അഭിനയിക്ക് വന്നപ്പോ ഏതെങ്കിലും ഒരു ആക്ട്രസിന്റെ മാൻഡസം പിടിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ തന്നെയായിരുന്നു. ആക്ടിങ്ങില് ഞാൻ
അതെ 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 ഞാൻ തന്നെയായിരുന്നു. എന്തായാലും പടം സപ്പോർട്ട് ചെയ്യണം. നെഗറ്റീവ് കമന്റ് വരുന്നെങ്കിൽ വരട്ടെ. അത് അവർ നെഗറ്റീവ് പറയുന്നത് നമ്മളത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് ചിലപ്പോൾ സത്യമായിരിക്കും. ആ നെഗറ്റീവ് നമുക്കുള്ളിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ പോസിറ്റീവാക്കി മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ ആ നെഗറ്റീവ് പറയുന്നത് എന്താ നീ ആരാ എന്തെന്ന് ചോദിക്കേണ്ട ഒരു പക്ഷേ ഈ കാര്യം. പറഞ്ഞ പോലെ അജുക്കെ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് കേൾക്കുമ്പം നമുക്കത് ഭയങ്കരമായിട്ട് നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും മൈൻഡ് ചെയ്യാൻ നല്ലത്. ഞാൻ ചെയ്യുന്ന സംഭവം ഉണ്ട് സിമ്പിൾ ആയിട്ട്. ഇപ്പൊ ഒരു അല്ല ഡിലീറ്റ് ചെയ്തില്ല അത് വേറെ സംഭവം. അതായത് ഇപ്പൊ അജുക്കയുടെ അക്കൗണ്ട് അപ്പൊ എന്തോ പന്ന കണ്ടന്റാന്ന് പറഞ്ഞേ. അപ്പൊ അതിനകത്തൊരു 5 ലൈക്ക് വീഴുന്നതിന് മുമ്പേ എൻ്റെ ഒരു 10 ഫേക്ക് അക്കൗണ്ട് പോയി നല്ല കണ്ടന്റ് ടൈപ്പ് ചെയ്യും. അപ്പൊ പിന്നെ ഇനി വേറെ ആൾ വരുമ്പോഴും ആ കമന്റിനെക്കാട്ടി കൂടുതൽ കമന്റ് ആയിരിക്കും. അപ്പൊ പിന്നെ അവര് കൊള്ളാം കുഴപ്പമില്ല ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് പോകും. അത് ശരിക്കും പറഞ്ഞാൽ വേറെ കാര്യം പറയുന്നത് ഒരു റീല് നമ്മൾ ഇട്ടാലും എന്ത് ചെയ്താലും അത് നെഗറ്റീവ് വരും പോസിറ്റീവ് വരും. അതെ നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മൾ ആ പരിപാടി പിടിച്ചങ്ങ് പോവുക. പോസിറ്റീവ് എടുക്കുക, നെഗറ്റീവ് ഇഗ്നോർ ചെയ്യുക. ആ നെഗറ്റീവ് നമുക്ക് തോന്നുന്നു അത് നെഗറ്റീവ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ആ നെഗറ്റീവ് നമ്മൾ പോസിറ്റീവ് ആക്കി പോയി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. എന്തായാലും വരുന്നത് വെച്ച് കാണാന്ന് പറയുന്നത് പോവാണ് മക്കളെ എല്ലാവരും. നമുക്കറിയാലോ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്. അത് അപ്പൊ നെഗറ്റീവ് പരമാവധി നോക്കാണ്ട് നമ്മൾ അതായത് എങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയാൽ മതി. അതെ മാക്സിമം സമാധാനമായിട്ട് പറഞ്ഞിട്ട് കരയാ സൈഡിൽ തീയതി സിനിമ ഇറങ്ങാൻ നമ്മളൊക്കെ ഒരു ചെറിയ സ്വപ്നമാണ്. വലിയ സ്വപ്നമാണ്. ഇതുവരെ ഞങ്ങളെ വളർത്തിയ നിങ്ങളാണ്. ഇനിയും ഞങ്ങളെ വളർത്തണം. അതൊരു വലിയ സ്ക്രീനിലൂടെ നിങ്ങളുടെ മുമ്പിൽ വരുവാണ്. എന്താ പറയണത് അറിയത്തില്ല. വളരെ ഇമോഷണലാണ്, എന്നാലും വളരെ സന്തോഷവാനാണ്. ഒരു വലിയ സിനിമയുടെ ഭാഗമാകാൻ പറ്റി. അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളോട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ചില്ല് ചെയ്ത് പരിപാടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജനുവരി 16 തിയേറ്റർ വരും. എല്ലാവരും വന്ന് കാണണം, എല്ലാവർക്കും പറയണം ഞങ്ങളുടെ കുഞ്ഞു സിനിമ വിജയിപ്പിക്കണം. പാവം പിടിച്ച ഇൻഫ്ലുവൻസസ് ചെയ്ത പടമാണ്. താങ്ക് യു.